കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. താനൂർ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിൽ മാലിന്യ കൂമ്പാരം. ഹരിതകർമ്മസേനാംഗങ്ങൾ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന വസ്തുക്കളാണ് ചാക്കുകളിൽ കെട്ടി നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. നഗരസഭയുടെ പല ഡിവിഷനുകളിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും നഗരസഭാ കൗൺസിലർ ലാമി റഹ്മാൻ പറഞ്ഞു. താനൂർ നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഹരിതകർമ്മസേനാംഗങ്ങൾ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ചാക്കുകളിൽ കെട്ടി നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. സമീപത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിനായി നഗരസഭ സ്ഥാപിച്ച ഇരുമ്പ് കമ്പി തുരുമ്പെടുത്ത് നശിച്ചിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് ശുചിത്വത്തിന്റെ ചിഹ്നമായി ബോർഡും മത്സ്യത്തിന്റെ മാതൃകാരൂപവും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് സമീപത്ത് തന്നെയാണ് ഈ മാലിന്യക്കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നത്. തെരുവ് നായയുടെ ശല്യം ഇതിന് കാരണമാകുന്നതായും പരാതിയുണ്ട്. നഗരസഭയുടെ പല ഡിവിഷനുകളിലും ഇത്തരത്തിൽ ഹരിതകർമ്മസേന എടുക്കുന്ന മാലിന്യങ്ങൾ റോഡിലും പറമ്പുകളിലും കൂട്ടിയിട്ടിരിക്കുകയാണ്. പലതവണ അധികൃതരെ ഓർമ്മപ്പെടുത്തിയിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് കൗൺസിലർ ലാമി റഹ്മാൻ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിലെ നിലവിലെ അവസ്ഥ മാലിന്യം കൂമ്പാരമായി കൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ താനൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികളും പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പണം നൽകി ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുള്ള മാലിന്യം കൃത്യമായിട്ട് സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തൊരു സാഹചര്യത്തിലാണ് താനൂർ നഗരസഭ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള റൂമുകൾ കണ്ടെത്തുന്നതിനോ മറ്റോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. ഈ കെട്ടിവെച്ചിട്ടുള്ള മാലിന്യ ശേഖരണമാണ് രാത്രി കാലങ്ങളിൽ 100 അതിലധികം വരുന്ന തെരുവുനായകൾ വന്ന് കടിച്ച് കീറി അത്തരത്തിലാണ് തെരുവുനായ ശല്യം താനൂർ നഗരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയകൾക്കും ഇത്തരം കാര്യങ്ങളിൽ മറയാകുന്നുണ്ടെന്ന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി അജയ് കുമാറും ആരോപിച്ചു. ഈ മാലിന്യ കൂമ്പാരങ്ങളും അതുപോലെ തന്നെ വൃത്തിയില്ലായ്മയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വരാനും അതുപോലെ തന്നെ തെരുവുനായകൾക്ക് വരാനും ഒക്കെ സംവിധാനം ഉണ്ടാകും. ഇതിന് ശാശ്വതമായ പരിഹാരം കാണാത്തത് താനൂർ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയാണെന്ന് നമുക്ക് പറയാത്തത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കൂട്ടിയിരിക്കുന്ന ഈ ബോട്ടിലുകളുടെ ഇതിവിടെ വെറുതെ കൂട്ടിയിട്ടിരിക്കുക. ഇത് പ്രദേശത്തെ ഓരോ വാർഡുകളിൽ അല്ലെങ്കിൽ അതിനാവശ്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കേണ്ട ഈ സംവിധാനത്തെ ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് സർക്കാരിൻ്റെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങുന്ന ഈ പൈസ ദുരുപയോഗം ചെയ്യുക, നഷ്ടപ്പെടുത്തുക എന്നുള്ള ഏറ്റവും വലിയ മോശകരമായ അല്ലെങ്കിൽ ഗുരുതരമായ കൃത്യവിലോപമാണ് മുനിസിപ്പാലിറ്റി ചെയ്തെടുക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം വളരെ കൃത്യമായി ഉയർന്നു വരികയാണ്. ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള നീരുറവ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റി. മലിനം ജലം ഒഴുകി വരുന്നത് ഈ തൊട്ടടുത്ത കിണറിലേക്കാണ്. ഈ കിണറിലെ വെള്ളമാണ് ഇവിടുത്തെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് തൊട്ടടുത്തൊരു വനിതാ ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള വെള്ളങ്ങളാണ്. അങ്ങനെ ഈ പകർച്ചവ്യാധി അതുപോലെ തന്നെ പനി ഇത്തരം ആവശ്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ പകർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഇതിന് യാതൊരുവിധ പരിഹാരം കാണാതെയാണ് മുനിസിപ്പൽ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ കക്ഷികളും ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഇതിന് പരിഹാരം കാണണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെടുകയാണ്. പല പകർച്ചവ്യാധി രോഗങ്ങളും നഗരസഭാ പരിധിയിൽ വർദ്ധിച്ചു വരുന്നതും അധികാരികൾ അറിയുന്നതാണ്. ഇത്രയും പെട്ടെന്ന് നഗരസഭയുടെ പരിധിയിൽ വരുന്ന മാലിന്യങ്ങൾ മാറ്റണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്.